പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ അറിയും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു സന്മനസ്സ് തൻ്റെ ജീവിതത്തിൽ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുത്ത ആ ഒരു നല്ല മനസ്സിൻ്റെ ചില അടയാളങ്ങളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യന് സമൂഹത്തിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. അഷെയ്ഖ് അഹ്മദുൽ കബീരി റിഫായി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ 4 കുത്തുബുകളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഇറാഖിലാണ് ജനനമുണ്ടായത്. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ അറിവും ആരാധനാ കർമ്മങ്ങളായി ഇങ്ങനെ വളരുകയാണ് ചെയ്തത്. ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്രം പഠിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ രോഗികളുണ്ട്, അതേപോലെ തന്നെ പ്രായമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ കുഷ്ഠരോഗി പിടിച്ചതായ രോഗം പിടിച്ച ഒരുപാട് ജനങ്ങൾ അവരോടൊപ്പം താമസിക്കുകയും അതേപോലെ തന്നെ വാതരോഗികളായ എണിക്കാൻ കഴിയാതെ കിടത്തത്തിൽ തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക, അവരുടെ തലയിലുള്ളതായ മുടികൾ പേന് കളഞ്ഞുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്ന ഒരു സേവനം ചെയ്യുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾ, രോഗികളായ ജനങ്ങൾ അവരോടൊപ്പം ഭക്ഷിക്കുകയും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അങ്ങനെ രോഗികളെ സന്ദർശിക്കുകയും അന്ധന്മാരെ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ കൈപിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന, വൃദ്ധന്മാരായ വയസ്സായ പ്രായമുള്ള ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഉദാത്ത മനസ്സുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരു ഉദാഹരണം തൻ്റെ ജീവിതത്തിൽ സമൂഹത്തിനിടയിൽ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒരു വിശന്ന് ദാഹിച്ച് കുഷ്ഠരോഗം പിടിച്ചതായൊരു നായ ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ ആ നായയെ, എല്ലാ ആളുകളും അവരുടെ വീടുകളിൽ നിന്നും അവരുടെ അങ്ങാടികളിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം അതിനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രംഗം കാണുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ജനങ്ങളും ആട്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് നായയെ. ആ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതിനെ കാണുകയും അതിനോട് കാണുന്ന സമയത്ത് കൃപ കാണിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ നായയെ ഒരു വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിനെ അവിടെ ഒരു പന്തൽ കെട്ടി അതിനിടയിൽ കെട്ടിയിടുകയും ചെയ്യുകയാണ്. ആ നായക്ക് ദൈനംദിനം ആവശ്യമുള്ള ഭക്ഷണവും വെള്ളം കുടിപ്പിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ രോഗത്തിനക്ക് ശമനമാകാൻ വേണ്ടിയുള്ള മരുന്ന് ചികിത്സ നടത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ തുടരെയായി 40 ദിവസം അവര് അതിനെ പോറ്റി വളർത്തുകയാണ് ചെയ്തത്. 40 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ രോഗം പരിപൂർണമായി സുഖമാവുകയും അതിൻ്റെ ശരീരം നല്ല പുഷ്ടിയുള്ള ശരീരമാവുകയും ചെയ്തപ്പോൾ നല്ല രീതിയിൽ വെള്ളം ചൂടാക്കി അതിനെ കുളിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടുകാരൊക്കെയും ആ നായയെ കാണുകയാണ്. ആ നായ ഒരു പരിചയമുള്ള നായ പോലെ കണ്ടപ്പോൾ അവര് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ഇത് നേരത്തെ ഇവിടെ നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് രോഗം പിടിച്ച ഒരു നായയല്ലേ, ഇതെങ്ങനെ ഇത്ര നല്ല മാറ്റം വന്നിട്ട് നല്ല പുഷ്ടിയുള്ളൊരു നായയായി മാറി എന്ന് പരസ്പരം ചർച്ച ചെയ്യുന്നതായ സമയത്താണ് അവിടുന്ന് പറയപ്പെട്ടത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ നായയെ പോറ്റി വളർത്തിയത് എന്ന്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ
ജനങ്ങളെ ചോദിക്കാനിടയായത്, നിങ്ങൾ എന്തിനാണ് ഈ രോഗിയായ ഒരു നായെ ഇത്രയും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനിങ്ങനെ പോറ്റി വളർത്തിയത് എന്തേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത്, അതെ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല എന്നെ പിടികൂടുന്നത് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം അന്ത്യദിവസത്തിൽ ഇങ്ങനെയുള്ളൊരു നായയെ കണ്ട് അതിനേക്ക് ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തില്ലല്ലോ എന്ന രീതിയിൽ അല്ലാഹു തആല എന്നോട് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനാണ് അതിനേക്ക് മറുപടി പറയേണ്ടത് എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി പറഞ്ഞത്. ഇത്തരത്തില് ഭക്ഷണം കഴിക്കാതെ വിശന്ന് കിടക്കുന്ന ഒരു നായയെ കണ്ടെത്തി രോഗിയായി ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസം കാണുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടും നിങ്ങളൊരു കാരുണ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു കരുണയില്ലാത്തൊരു മനുഷ്യരായി പോയല്ലോ എന്ന് ചോദിക്കലിനെ ഭയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരെ തൻ്റെ ജീവിതത്തിൻ്റെ അധിക മേഖലകളിലും സമൂഹത്തിനു വേണ്ടി സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മഹാനായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ യാത്രയിൽ നിന്ന് തിരിച്ചു വരുന്നതായ സമയത്ത് ഒരുപാട് വിറകുകൾ ശേഖരിച്ചു കൊണ്ട് വരികയും അത് തലയിൽ ചുമന്നു കൊണ്ട് വരികയും ചെയ്യുന്ന രീതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മുഴുവനും ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ചുമന്നുകൊണ്ട് വന്നതായ വിറകുകളെല്ലാം വിധവകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്, പാവപ്പെട്ടവര്, വാതരോഗികളായ ജനങ്ങൾ, മറ്റു രോഗികൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധന്മാരായ ജനങ്ങൾ, പ്രായമുള്ള ആളുകൾ, അവരുടെ ഇടയിലെല്ലാം ഈ വിറകുകൾ അവര് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരോടും ഏറ്റവും കൂടുതൽ ദയ കാണിക്കുന്ന, കൃപയുള്ള, നല്ല ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. മനുഷ്യരോട് എന്ന് മാത്രമല്ല ജീവികളോടും കൂടുതൽ കാരുണ്യം കാണിക്കുന്ന മഹൽ വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അർറാഹിമൂന യർഹമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള ജനങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണം, എന്നാൽ അല്ലാഹു തആല നിങ്ങളോട് കരുണ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 578 വഫാത്തായത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ ജീവിതം ധന്യമാക്കാൻ, നല്ല സ്വഭാവവും ജനങ്ങളോടുള്ള നല്ല പെരുമാറ്റവും അതേപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സന്മനസ്സുള്ള മനുഷ്യരായി അല്ലാഹു തആല നമ്മളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.